الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ഒരു നല്ല മുസ്ലിമായി, മുഅ്മിനായി, മുഖ്ലിസായി, മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ സംസാരിക്കുന്ന ഞാനും അള്ളാഹുവിന്റെ വീട്ടിൽ വന്നു ചേർന്ന നമ്മളിൽ ഓരോരുത്തരും കടപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന മാസം അറബി വർഷം കണക്കാക്കുമ്പോ ആദ്യത്തെ മാസത്തിലേക്കാണ്. അതാണ് മുഹറം. ആ മാസം ഒരു പവിത്രമായ മാസമായിട്ടാണ് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചത്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, ഇന്നല്ലാഹ അഫ്തഹ അസ്സനത ബിശഹരി ഹറാം വഖതമഹ ബിശഹരി ഹറാം എന്ന് പറഞ്ഞാൽ, അല്ലാഹു ഒരു മാസം, ഒരു വർഷത്തെ ഒരു പവിത്രമായ മാസം കൊണ്ടാണ് ആരംഭം കുറിക്കുന്നത്. ഒരു പവിത്രമായ മാസം കൊണ്ടാണ് അല്ലാഹു തആല ആ വർഷം അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് കടന്നു വന്ന മാസം പവിത്രമായ മാസത്തിൽപ്പെട്ട മാസമാണ്. ദുൽഹിജ്ജയിൽ നിന്ന് പവിത്രമായ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മുഹറം എന്ന് പറയുന്ന മാസത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് ഞാനും നിങ്ങളുമൊക്കെ അതിന്റെ നിജസ്ഥിതികളും അതിന്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടവരാണ്. മുഹറം അല്ലാഹു തആല പവിത്രമായി പ്രഖ്യാപിച്ച മാസമാണ്. എന്നാൽ കലണ്ടറുകളിൽ, എല്ലാ കലണ്ടറിലുമല്ല, മുസ്ലിങ്ങൾ തന്നെ പുറത്തിറക്കുന്ന കലണ്ടറുകളിൽ മുഹറം ഒരു നഹ്സിന്റെ, ദുഷ്ടഗുണത്തിന്റെ മാസമായി അടയാളപ്പെടുത്തിയത് കാണാം. നഊദു ബില്ലാഹ്. അല്ലാഹു പവിത്രമായി പ്രഖ്യാപിച്ച മാസത്തെ ഒരു ദുഷ്ടഗുണത്തിന്റെ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മാസമായി പ്രഖ്യാപിക്കാൻ ലോക രക്ഷിതാവ് പവിത്രമാക്കിയതിനെ നമുക്ക് അത് പോരായ്മയുള്ളതാണ് എന്ന് പറയാൻ നമുക്ക് എന്നല്ല, ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് പോലും അവകാശമില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണങ്ങൾ പറയും. അപ്പോ ഈ പവിത്രമായ മാസങ്ങളിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനാണ് ഞാനും നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്നാൽ കല്യാണ നിശ്ചയം നടത്താൻ പാടില്ല. വിവാഹം മുഹറം 10 കഴിയുന്നതുവരെ ഏതായാലും പാടില്ല. മുഹറം മാസത്തിൽ തന്നെ പാടില്ല. ഒരു യാത്രക്ക് ആരംഭം കുറിക്കാൻ പാടില്ല. ഇങ്ങനെ ഒട്ടനവധി തെറ്റിദ്ധാരണകൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. മുഹറം 10 എന്ന് പറയുന്ന ഒരു പവിത്രമായ, അല്ലാഹു പവിത്രമാണ് എന്ന് പ്രഖ്യാപിച്ച മാസത്തിലെ ഒരു ദിവസം കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന കാരണമാണ് ഷിയാക്കൾ ഇതിനെ ഒരു ദുഷ്ടഗുണമായി പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം. അപ്പോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു പറയണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരണം, അല്ലേ? കർബലയിലെ കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ, കഴിഞ്ഞു വരാനിരിക്കുന്ന സംഭവങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക,
ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിക്കാനുള്ളതിനെ പഠിപ്പിക്കുക, അതൊന്നും അള്ളാഹുവിന്റെ പ്രവാചകന് സാധാരണഗതിയിൽ സാധ്യമല്ല. എന്നാൽ അള്ളാഹുവിന്റെ വഹയി പ്രകാരം ചില പ്രവചനങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ലേ? ഉണ്ട്. ഖുറാനിൽ തന്നെ ചില അത്ഭുതങ്ങൾ, ചില ആളുകൾ മുസ്ലിങ്ങളാകാനുള്ള കാരണം അബൂലഹബിന്റെ പേര് ഖുറാനിൽ പറഞ്ഞു എന്നതും അദ്ദേഹം നശിച്ചു എന്ന് പറഞ്ഞതുമാണ് എന്ന് രേഖപ്പെടുത്തിയവരിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു ചെറിയ സൂറത്തല്ലേ തബ്ബത് യദാ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകവും നശിച്ചു, പരലോകവും നശിച്ചു എന്നതാണ്. ഖുറാനിലൂടെ അല്ലാഹു തആല അബൂലഹബും അവന്റെ ഭാര്യയും നശിച്ചവരാണെന്നും ഈ ലോകത്തും നശിച്ചവരാണ്, പരലോകവും അവർക്ക് നഷ്ടമാണ് എന്ന് പ്രഖ്യാപിച്ചതിന് അമേരിക്കയിലെ ചില ചിന്തകന്മാർ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം ആ സൂറത്താണ്. എന്നാൽ അത്ര അത്ഭുതപ്പെടുത്താൻ ജീവിതത്തിൽ തമാശക്കെങ്കിലും കാര്യമായിട്ടല്ല, ആളുകൾക്കിടയിൽ എണീറ്റ് നിന്ന് ഞാനിതാ മുസ്ലിമായിരിക്കുന്നു എന്ന് അബൂലഹബ് പറഞ്ഞാൽ പിന്നെ ഈ സൂറത്തിനും ഈ ഖുറാനിനും എന്ത് വിലയാണ് എന്നാണ് അവർ ചോദിച്ചത്. അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോ ഖുറാനിൽ പറയാണ് അബൂലഹബ് ഈ ലോകം നശിച്ചവനാണ്, പരലോകത്തും രക്ഷപ്പെടാത്തവനാണ് എന്ന് ഖുറാനിൽ പറഞ്ഞ് എന്നിട്ട് അബൂലഹബ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. തമാശക്ക് എനിക്ക് ഖുറാനിനെ ഒന്ന് തോൽപ്പിച്ച് കളയാമെന്ന നിലയ്ക്ക് എങ്ങനെ ഖുറാനിനെ തോൽപ്പിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ടീമായിരുന്നു അന്നും, അല്ലേ? എന്നിട്ട് അബൂലഹബ് സദസ്സിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഒരു മുനാഫിക്കായിട്ടെങ്കിലും, ഒരു നാട്യം എന്ന നിലക്കെങ്കിലും, ഒരു അഭിനയം എന്ന നിലക്കെങ്കിലും അബൂലഹബ് എണീറ്റ് എന്ന് പറയാ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ഈ സൂറത്തിന് എന്ത് വിലയുള്ളത്? പിന്നെ ഖുറാനിന് എന്ത് വിലയാണുള്ളത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ അല്ലാഹു തആല ഭാവിയിൽ നടക്കാനിരിക്കുന്ന അബൂലഹബിന്റെ ജീവിതം ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മളൊക്കെ വളരെ മോശപ്പെട്ടവനായിട്ടാണ് മരിക്കുന്നത്, വളരെ മോശപ്പെട്ടവനായിട്ടാണ്. ആർക്കും അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങളാണ് അബൂലഹബിന്റെയും ഭാര്യയുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. ഉണ്ടായിട്ടില്ലേ? ഇനി ഖുറാനിൽ കുറെ പ്രവചനങ്ങൾ വേറെയില്ലേ? കടല് കത്തുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ലേ? സമുദ്രം ആളിക്കത്തുമെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രലോകം അതിനെ പഠനം നടത്തിയിട്ടില്ലേ? എന്നിട്ട് അത് ശരിവെക്കുന്നില്ല. വൈദൽ ബിഹാറു സുച്ചിറത്ത് എന്നും വൈദൽ ബിഹാറു ഫുച്ചിറത്ത് എന്നുമൊക്കെ ഖുറാനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഖുറാനിൽ പ്രവചനങ്ങളുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ചില കാര്യങ്ങൾ അല്ലാഹു തആല പ്രഖ്യാപിച്ചു, ചില വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ. ഞാൻ അവിടേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ഏതായാലും ഈ മാസം, ഈ ദിവസങ്ങൾ അത് ഒരു ശകുനമുള്ളതാണ് എന്ന് ചില ആളുകൾ, മുസ്ലിങ്ങൾ തന്നെ ഷിയാക്കളിൽ നിന്ന് കടമെടുക്കും. അങ്ങനെയാണ് പല ആചാരങ്ങളും ഷിയാക്കളിൽ നിന്ന് വന്നതാണ്. ഈ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല ആചാരങ്ങളും ഒക്കെ ഷിയാക്കളിൽ നിന്ന് ഇത് മുസ്ലിങ്ങളതാണ്, ഇസ്ലാമിലുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്നത് പോലെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ ഷിയാക്കളുടെ അതുപോലെയുള്ള കർമ്മങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും കടന്നുപോകും. ഈ ഖബറുമായി ബന്ധപ്പെട്ട് അതിനടുത്ത് തിരികളി കൊത്തി കത്തിക്കുന്നതും ആ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നതും ഒക്കെ നിങ്ങൾ പരിശോധിച്ചോ? നമ്മളെ ഈ ഭാരതത്തിൽ നിന്ന് ഹൈന്ദവ ആചാരങ്ങളിൽ നിന്ന് ചിലത് കയറി വന്നു, ഷിയാക്കളിൽ നിന്ന് ചിലത് കയറി വന്നു. ഈ ആടിയിട്ടും മൂളിയിട്ടും ബഹളമുണ്ടാക്കിയിട്ടും ഒക്കെ ചില ദിക്റുകളും ചില ഹൽക്കകളും ഒക്കെ നടത്തുന്നത് എവിടുന്ന് വന്നത്? ഒക്കെ ഷിയാക്കളുടെ സംഭാവനകളാണ്. പല ആചാരങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും ഷിയാക്കളിൽ നിന്ന് കയറി വന്നതാണ്. നിൽക്കട്ടെ, ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു വർഷത്തിന്റെ തുടക്കം അറബി മാസത്തിൽ എവിടെയാകണം? ഈ മാസം നിശ്ചയിച്ചത് സഹാബികളും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്രകാരമോ അതിനുശേഷമുള്ള സഹാബികളുടെ ഇഷ്ടപ്രകാരമൊന്നുമല്ല. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്റെ കൂടെയുള്ള അനുചരന്മാരും സഹാബികളും ചേർന്നിരുന്ന് ഒരു വർഷത്തിന്റെ അറബി മാസം തുടക്കം എവിടെയാകണമെന്ന ചർച്ച നടക്കുമ്പോ അവർ റബീഉൽ അവ്വൽ മുതൽ തുടങ്ങാം എന്നൊക്കെ ചർച്ച ചെയ്തത് കാണാം. അങ്ങനെ പല മാസങ്ങളും പറഞ്ഞു. മുഹറം അത് നിശ്ചയിക്കാൻ അതിന്റെ പവിത്രത അവർ എണ്ണി പറയുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ബിദായ വൻ നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ അതിന് ധാരാളം സമയം ചെലവഴിച്ചത് നമുക്ക് കാണാൻ പറ്റും.
ഏതായാലും ഈ മുഹറം മാസത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പവിത്രമാണ് എന്ന് സർവശക്തനായ അല്ലാഹു തആല യുദ്ധം വിലക്കിയ മാസമാണ് എന്ന് അല്ലാഹു തആല, ഇത് പുണ്യകരമായ മാസത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹു തആല മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളെ പഠിപ്പിച്ചു. ഇനി ഹദീസിലൂടെ നോക്കിയാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല, ഈ സഹാബി പറഞ്ഞു, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ശഹ്റുല്ലാഹി അൽ മുഹറം. അല്ലാഹുവിന്റെ മാസം എന്നാണ് മുഹറം മാസത്തെ പറഞ്ഞത്. ബാക്കി മാസങ്ങൾക്ക് അങ്ങനെ പേരിട്ടിട്ടില്ല. മുഹറം മാസത്തിന് അല്ലാഹു വഹി അറിയിച്ച് മുത്തുനബി വിളിച്ച പേര് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം. അപ്പൊ ഈ ഹദീസിൽ എന്താ മനസ്സിലായത്? അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാനിന് ശേഷമുള്ള നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് ശഹ്റുല്ലാഹി അൽ മുഹറം, മുഹറത്തിലെ അല്ലാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പ്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള, ഫർളായ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരം. ഇത് രണ്ടും ഒരു ഹദീസിൽ വന്നതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ. അപ്പൊ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് ഈ മുഹറത്തിലെ നോമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് പ്രാധാന്യമുണ്ട്. സാധാരണ ഒരു പ്രാധാന്യമല്ല, നന്നായിട്ട് പ്രാധാന്യം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനുള്ള കാരണം കൂടി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുചരന്മാരും രാക്ഷസനായ, ക്രൂരനായ, അഹങ്കാരിയായ, വൃത്തികെട്ടവനായ ഫിർഔനിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെട്ട മാസം കൂടിയാണ്. ഈ മാസത്തിലാണ് ഫിർഔൻ ലോകത്തെന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ ഫിർഔനിന്റെ ശർറിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുചരന്മാരും രക്ഷപ്പെട്ട മുഹറം 10-നാണ് ഫിർഔൻ കൊല്ലപ്പെട്ടത് എന്ന് വരെ തഫ്സീറുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന സംഭവം കാണാം. ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയാണ്. ഫറഅൽ യഹൂദ്, അവിടുത്തെ യഹൂദികളെ പ്രവാചകൻ കണ്ടു. എന്താ കണ്ടത്? യഹൂദികൾ തസൂമു യൗമ ആശൂറ, ഈ മുഹറം 10-ന്റെ അന്ന് അവിടുത്തെ യഹൂദികളൊക്കെ നോമ്പെടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആരാ നോമ്പെടുക്കുന്നത്? യഹൂദികൾ, മുസ്ലിങ്ങളല്ല, യഹൂദികൾ നോമ്പെടുക്കുക. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മഹദ, എന്താ ഇന്ന് നിങ്ങൾ ഇങ്ങനെ നോമ്പെടുത്ത്, എന്താ ഇത്, ഇതിനെന്താണ് ഈ പ്രത്യേകത എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ യഹൂദികളോട് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് ഒരു പവിത്രമായ സ്വാലിഹായ ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹി, ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു തആല അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസാമഹു മൂസ, അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു കൊടുക്കുകയാണ്? യഹൂദികളൊക്കെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ചർച്ച ചെയ്യുകയാണ്. അപ്പൊ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഖാല അന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കടപ്പെട്ടത് ഞാനാണ്. നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവകാശമുള്ളത് ഞാനാണ്. നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുപ്പമുള്ളത് ഞാനാണ്. എന്നിട്ട് പ്രവാചകൻ ഫസാമഹു, നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഏത്? ആശൂറ എന്ന് പറഞ്ഞ മുഹറം 10-ലെ നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ഫിർഔന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ചുരുക്കി വേഗത്തിൽ ആ സംഭവത്തെ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞാൽ ചില സെന്റൻസുകൾ നമുക്ക് പറയാം. ഫിർഔനാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്, അല്ലെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ച ആൺകുട്ടികളെ കൊല്ലുന്ന സമയത്ത് മൂസാ നബി ജനിക്കുന്നു. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഓരോ സെന്റൻസ് പറയാം, ബാക്കി നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ച് അറിയുന്നവരാണ്. ആ മൂസാ നബിയുടെ ഉമ്മ കുട്ടിയെ കൊന്നുകളയും എന്ന പേടി കൊണ്ട് പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുന്നു. ആരെങ്കിലും എടുത്ത് വളർത്തും, എവിടെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന നിലയ്ക്ക്. അത് എടുക്കുന്നതാരാ?
ഫിറഔന്റെ ഭാര്യ. അള്ളാന്റെ ചില തീരുമാനങ്ങളാണ്. എന്നിട്ട് ആൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലണമെന്ന് പറയുകയും കൊന്നു തുടങ്ങുകയും ചെയ്ത ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ആൺകുട്ടിയായി നാട്ടിൽ ജനിച്ച മൂസാ നബി വളരെ കണ്ടോ. ഫിറഔനിന്റെ ഭാര്യ എടുത്തതുകൊണ്ട് ഫിറഔന്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വളർന്നു വലുതായി നല്ല ആരോഗ്യമുള്ള ഒരാളായി. തന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തല്ലുന്നത് കണ്ടു, അതിൽ ഇടപെട്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അടി, ഇവിടെ ഈ ഭാഗത്ത് നീതി എന്ന നിലക്ക് അടിച്ചു. അയാൾ അടി കൊണ്ട് മരിച്ചു. പിന്നെ അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പോവുകയാണ്. ഫിറഔൻ മൂസാ നബിയെ തെരയാണ്. ചിന്തിച്ചു, അല്ലാഹ് മൂസാ നബിയെ നബിയായി തെരഞ്ഞെടുത്ത് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തിനയക്കുക. ചെല്ലാൻ പറഞ്ഞു. സൂറത്ത് ത്വാഹയിൽ കാണാം, സൂറത്ത് ശുഅറയിൽ കാണാം. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ആരെയാണ് ഫിറഔൻ തെരയുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. അതേ മൂസാ നബിയോട് അല്ലാഹു തആല ഫിറഔന്റെ കൊട്ടാരത്തിൽ പോയി ഫിറഔനോട് ഹഖ് പറയണമെന്ന് പറയാം. എന്നാ ചെന്നപ്പോ നിന്നെ കുറെ കാലം ഞാൻ കാത്തിരിക്കുകയെന്ന് പറഞ്ഞ് പിടിച്ചു കിട്ടിയോ? ഇല്ല. മൂസാ നബി വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആരാ നിങ്ങളുടെ റബ്ബ് എന്ന് ഫിറഔൻ ചോദിച്ചു. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ. മൂസാ നബിയോട് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കണം. അവിടെ ഒരു തഫ്സീർ അടയാളപ്പെടുത്തുന്ന നല്ല വളരെ രസകരമായ ചിന്തനീയമായ ഒരു പോയിന്റ് എന്തറിയോ? ഫിറഔൻ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോ പിന്നെന്തിനാ നമ്മളിപ്പോ രണ്ടാളും പോവാ ഒരാളടുത്തേക്ക്. നിങ്ങൾ രണ്ടാളും പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒരാളുടെ പേര് വിളിക്കേണ്ട ആവശ്യമില്ല. എന്നാ ഫിറഔൻ ഒരാളുടെ പേര് വിളിച്ചു. അതിലെ യുക്തി എന്താണ്? തഫ്സീർ ചെയ്ത് ഖാല ഫമർ റബ്ബുകുമാ യാ മൂസാ. നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് മൂസ? എന്ന് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയാൻ പാടില്ല. ഹാറൂൻ നബി പറഞ്ഞാൽ ഫിറഔൻ പറയും താങ്കളോട് ചോദിച്ചിട്ടില്ല, ഞാൻ മൂസയുടെ പേര് വിളിച്ചിട്ടുണ്ട്. മൂസാ നബി നബിയായിട്ട് ഫിറഔൻ അംഗീകരിക്കുന്നില്ല. മൂസ മറുപടി പറയട്ടെ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയട്ടെ എന്ന് ഫിറഔൻ പറയും. അതുകൊണ്ട് ഫിറഔൻ യുക്തിപൂർവ്വം ചോദിക്കുകയാണ്, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. എന്താ മൂസാ നബിയുടെ പേര് വിളിക്കാൻ കാരണം? മൂസാ നബിക്ക് സംസാരിക്കാൻ കഴിയില്ല, വിക്കുണ്ട്. അതുകൊണ്ട് വലിയൊരു സദസ്സിന്റെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ദഅവത്താന്ന് പറഞ്ഞു വന്നിട്ട് ആളുകളുടെ മുമ്പിൽ മൂസാ നബി ഒന്ന് കൊച്ചാക്കി സംസാരിക്കാൻ കഴിയാത്ത നീയാണോ എന്നോട് ദഅവത്ത് നടത്താൻ വന്നെന്ന് ചോദിച്ച് മടക്കാനാണ് മൂസാ നബിയുടെ പേരെന്നെ വിളിച്ചത്. നിങ്ങൾ രണ്ടാളെ റബ്ബ് ആരാണ് പറഞ്ഞോണ്ടാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം ഹാറൂൻ വാചാലനാണ്, അലൈഹിസ്സലാത്തു വസ്സലാം നന്നായി സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മൂസാ നബി അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്, റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കണ്ടോ, എന്റെ വാക്ക് ക്ലിയറായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കണേ, പിന്നെ എന്റെ ഹൃദയം വിശാലമാക്കി തരണേ, എന്റെ നാവിന്റെ കൊഞ്ഞപ്പട മാറ്റി തരണേ, എന്റെ സഹോദരൻ ഹാറൂനെ എന്റെ കൂടെ അയക്കണേ. വേറെ ആരും പറയാതെ ഹാറൂൻ നബിയെ ചോദിക്കാൻ എന്താ കാരണം? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല വാചാലനാണ്. അത് ഫിറഔനും അറിയാം. ഇവിടെ ഖണ്ഡന മണ്ഡനം ഹാറൂൻ നബിയായിട്ട് നടത്തിയാല് നന്നായിട്ട് വാചാലനായി സംസാരിക്കുന്ന ഹാറൂനി ആളുകളെ കിട്ടി ചിലപ്പോ വശലാക്കും. അതുകൊണ്ട് കൊഞ്ഞപ്പടയുള്ള മൂസാ നബി എന്ന മറുപടി പറയാം. കണ്ടോ, അതിനാ ചോദിച്ചത് ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ. എന്താ പ്രാർത്ഥിച്ച് അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി കൊഞ്ഞപ്പടൊക്കെ നീങ്ങിയിട്ടാ മൂസാ നബി വന്നതെന്ന് ഫിറഔൻ അറിയില്ല. അതുകൊണ്ട് മൂസാ നബി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, റബ്ബുനൽ ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിറഔൻ, നിന്റെയും എന്റെയും ഈ ലോകത്തുള്ള മുഴുവനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അത് എങ്ങനെ ജീവിക്കണമെന്ന മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തവനാണ് റബ്ബ്. അപ്പൊ ഫിറഔൻ മാറ്റിപ്പിടിച്ചു. അടുത്ത ചോദ്യം, അപ്പൊ നിങ്ങൾ പറയണ ശരിയെങ്കിൽ ഞങ്ങളുടെയൊക്കെ മുൻഗാമികളായി കുറെ ഉപ്പാപ്പന്മാര് മരിച്ചു പോയിട്ടുണ്ടല്ലോ, നിങ്ങളിപ്പോ ഈ തൗഹീദ് പറയാനല്ല ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇതിന്റെ മുമ്പ് മുൻഗാമികളായ കുറെ ഉപ്പാപ്പന്മാര് മരിച്ചു പോയിട്ടുണ്ട്. അതാണ് നാട്ടിൽ പലരും ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ പറയണ ശരിയെങ്കിൽ ഈ തൗഹീദാണ് റെഡിയെങ്കിൽ ഞങ്ങളെ വാപ്പാന്റെ അവസ്ഥ എന്താ, ഞങ്ങളെ വല്യപ്പാന്റെ അവസ്ഥ എന്താ, മുൻഗാമികളായ വലിയ വലിയ പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താന്ന് ചോദിക്കും. ഇതേ ചോദ്യം ഫിറഔൻ മൂസാ നബിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞുപോയ ഞങ്ങളുടെ ഉപ്പാപ്പന്മാരുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച് മരിച്ചു പോയവരുടെ അവസ്ഥ എന്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്? അതിന് മൂസാ നബി ഇങ്ങനെ ഉത്തരം കിട്ടാതെ ആകെ പ്രയാസപ്പെട്ടോ? ഇല്ല. അവരെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇയാൾ നരകത്തില ഇയാൾ സ്വർഗത്തിലാന്ന് പറഞ്ഞോ? ഇല്ല. ഒറ്റ മറുപടി, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി.
അതൊക്കെ അള്ളാന്റെ അടുത്തുള്ള ഇൽമ. അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ, കഴിഞ്ഞു പോയവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. അതൊക്കെ റബ്ബിന്റെ അടുക്കലുള്ള കാര്യമാണ്. അത് അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് മറക്കൂല, അള്ളാഹ്ക്ക് മടക്കൂല. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കില്ല. അപ്പൊ ഞാൻ ഈ സംഭവത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതാണ്. ഇനി അപ്പൊ പിന്നെ ഫിർഔൻ ഇനിയും മാറ്റി പിടിക്കുകയാണ്. എന്നാൽ എന്താണ് നബി എന്നതിൽ തെളിവ്? അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈ കക്ഷത്തിൽ വെച്ചു, വടി നിലത്തിട്ട്, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്കറിയാലോ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔൻ തന്നെ വെല്ലുവിളിക്കുകയാണ്. എന്നാ പിന്നെ ഒരു മത്സരത്തിന് റെഡി ആയിക്കോൻ. പബ്ലിസിറ്റി ഫിർഔൻ, എക്സ്പെൻസ് ഫിർഔൻ, സദസ്സുണ്ടാക്കല് ഫിർഔൻ, എല്ലാ ചെലവും ഫിർഔൻ കേട്ടോ. എന്നിട്ട് റെഡിയായി. കിട്ടാവുന്ന മുഴുവൻ സാഹിറുമാരെയും കൊണ്ടുവന്ന് നിർത്തി. അവരുടെ കയ്യിൽ കുറെ വടിയുണ്ട്, കുറെ കയറുണ്ട്, അതെല്ലാം അവർ റെഡിയായി. ഒരു കൊട്ടാര ഭരിക്കുന്ന രാജാവ് വിളിച്ചാൽ ഏറ്റവും മാക്സിമം നാട്ടിൽ കിട്ടുന്ന ഏറ്റവും പ്രഗത്ഭരെയാണ് കൊണ്ടുവരിക. കാരണം ഫിറഔന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് ഫിറഔൻ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സാഹിറുമാരെ കൊണ്ടുവന്ന് നിർത്തി. ചിന്തിക്കണേ. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ചോദിക്കുകയാണ്, ആരാ തുടങ്ങുന്നത്? ഉടനെ മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളിയാണ്. എന്തേ? അവിടെ തഫ്സീർ ചർച്ച ചെയ്യുന്നുണ്ട്. മൂസാ നബി പറയാം, ഞാൻ ഇട്ടോളാം ആദ്യം വടി എന്ന് പറഞ്ഞാൽ തഫ്സീർ പറയണേ, മൂസാ നബിയുടെ വടി ഇങ്ങനെ സർപ്പമായി നിൽക്കും, പിന്നെ അവരെ എറിയാൻ നിൽക്കണം, അവരെ കുറെ സർപ്പങ്ങളെയും പാമ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. മൂസാ നബി പറഞ്ഞു വളരെ കൂളായിട്ട്, എന്ത്, നിങ്ങൾ ഇട്ടോ, നിങ്ങൾ തുടങ്ങിക്കോളൂ. അവര് കുറെ കയറുകൾ നിലത്തിട്ടു, എല്ലാം പാമ്പായി മാറി. വടികൾ നിലത്തിട്ടു, പാമ്പായി മാറി. എല്ലാവരുടെയും ശ്രദ്ധ ഇനി എന്ത് ചെയ്യും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിങ്ങനെ ആ ഒരു വല്ലാത്ത രംഗം അങ്ങനെ അതിനെ മൂർച്ഛിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അള്ളാഹ് പറഞ്ഞു, മൂസാ നബിയോട് വടി നിലത്തിട്ട് ഇട്ടു. ഓരോന്നിനും ഇങ്ങനെ വിഴുങ്ങാൻ തുടങ്ങി. അവരിങ്ങനെ പിറകിലേക്ക് അടിക്കാൻ തുടങ്ങി. ഫിറഔനിന്റെ മുഖം മാറാൻ തുടങ്ങി. എല്ലാ പാമ്പിനെയും വടികളും കയറുകളും പാമ്പായി മാറിയതിനെ മുഴുവൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി ഇങ്ങനെ വിഴുങ്ങിക്കളഞ്ഞപ്പോ സാഹിറുമാർക്ക് മനസ്സിലായി, ഞങ്ങളാ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഈ ചെപ്പടി വിദ്യകൾ അറിയുന്ന ആളുകള്, ഇത് ഒരു തമാശ കളിയല്ല, ഇത് വല്ലാത്തൊരു സംഭവം തന്നെ. അവര് സുജൂദിലേക്ക് വീണു. ആര്? സാഹിറുമാര്. ഫിറഔൻ ഒരുക്കി കൊണ്ടുവന്ന മുഴുവൻ സാഹിറുമാരും നിലത്തേക്ക് വീണ് സുജൂദിൽ കിടന്നിട്ട് പറഞ്ഞു, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ ഫിറഔൻ ഭീഷണി, ഇനി മത്സരം നടക്കൂല എന്ന് മനസ്സിലായി. ആളുകൾക്കൊക്കെ സത്യം മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ഫിറഔൻ പറഞ്ഞു, സുജൂദിൽ വീണ് പിന്മാറാത്ത മുഴുവൻ ആളുകളെയും വലത്തെ കാല് മുറിക്കണം, ഇടത്തെ കൈ മുറിക്കണം. ഈ ഭാഗത്തെ കൈയും ഒരു ഭാഗത്തെ കൈയും കാലും മുറിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കുത്തിപ്പിടിച്ചിട്ടൊക്കെ നടക്കാൻ കുറച്ച് ബാലൻസ് കിട്ടും. മറിച്ചിട്ട് ഒരു കാല് വലത്തെ കാല് മുറിക്കുക, ഇടത്തെ കൈ മുറിക്കുക. കണ്ടോ ഖുർആൻ പറഞ്ഞ? കണ്ടോ ഖുർആനിൽ പറഞ്ഞതൊക്കെ? ഇതൊക്കെ ഓരോന്ന് വിശദീകരിച്ച് പറയാൻ കുറെ സമയം വേണം. നേരെ വിപരീതാർത്ഥത്തിൽ ഒരുത്തന്റെ വലത്തെ കാല വെട്ടിയതെങ്കിൽ പിന്നെ ഇടത്തെ കൈ, ഒരുത്തന്റെ വലത്തെ കയ്യാ വെട്ടിയതെങ്കിൽ ഇടത്തെ കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ ഇവിടുത്തെ ഖാദിയാണ്, വിധിച്ചോ. ഫിറഔന്റെ ചെലവില്, ഫിറഔന്റെ പണത്തില്, ഫിറഔനിന്റെ കൊട്ടാരത്തില് ഈ ചെപ്പടി വിദ്യകൾ മുഴുവനും പഠിച്ച് സാഹിറുമാരായി ഇങ്ങനെ രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഫിറഔനോട് പറഞ്ഞു, നീ ഇവിടുത്തെ ഖാദി മാത്ര, നീ വിധിക്ക് കേട്ടോ, നീ ഭൂമിയിലെ ദുനിയാവിലെ ഖാദിയാ. മൂസാ നബി ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെ പഠിപ്പിക്കുന്നത് സാക്ഷാൽ ലോകത്തിന്റെ രക്ഷിതാവായ ഖാദിയുടെ മുന്നിൽ പോയി രക്ഷപ്പെടാനാണ്. അതുകൊണ്ട് നീ വിധിക്ക്, ഇവിടെ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയൂ. എത്ര ഒരു ചെറിയ സംഭവം കൊണ്ട് ആ സാഹിറുകൾ മുഴുവനും അല്ലാഹുവിൽ വിശ്വസിച്ച് സുജൂദിൽ വീഴുന്ന രംഗം. അപ്പൊ പിന്നെ ഇനി മൂസാ നബിയെ വിട്ടാൽ ശരിയാവില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അവസാനമാണ് ചുരുക്കി ഖുത്ബക്ക് ഒരു സമയമുണ്ട്. സുഹൃത്തുക്കളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് അവിടുന്ന് പോവാൻ പറയുന്നത്, ആ സമുദ്ര തീരത്തെത്തുന്നത് അല്ലേ, അവിടെ വെച്ച് അല്ലാഹു തആല വീണ്ടും പറയാണ് വടി കൊണ്ട് അടിക്കാൻ. സൂറത്ത് ശൂറ എടുത്തിട്ട് 63 മുതൽ അങ്ങോട്ടുള്ള ആയത്തുകൾ നിങ്ങൾ മറിച്ചാൽ ഈ സംഭവം അങ്ങനെ കാണാം. ശരിക്കും ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ ഇങ്ങനെ, അത് ആയത്തിങ്ങനെ ഓതുമ്പോൾ അതിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അതുപോലെ കാണാം.
മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, പിറകിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ നിരായുധരാണ്, ആയുധങ്ങൾ പോലും നമ്മുടെ കയ്യിലില്ല, മൂർച്ചയേറിയ ആയുധങ്ങളുമായി ഫിർഔനും സംഘവും അതാ നമ്മുടെ പിറകിൽ വന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളിപ്പോ പിടികൂടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫിർഔനും ടീമും വെട്ടി നുറുക്കും. അത്ര ദേശത്തിലാ ഫിർഔനും ടീമും വരുന്നത്. അള്ളാഹ് പറഞ്ഞു, അടിക്ക് വെള്ളത്തിൽ. വെള്ളം രണ്ട് മാർഗിനെ വഴിയിലേക്ക്, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പർവ്വതം കണക്കെ മാറി നിന്നു. ഇതിങ്ങനെ നേരെ കണ്ണിൽ കാണുകയാണ്. ചിന്തിക്ക്, ഇത് നാട്ടിൽ നടക്കുന്ന മാജിക് ഒന്നല്ല. ഇതിങ്ങനെ നേരെ ഒരു സമുദ്രത്തിന്റെ മുന്നിൽ ഫിർഔനും ടീം എത്തുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അനുയായികൾക്കും പോകാൻ ഒരു ഉണങ്ങിയ വഴി, സമുദ്രം രണ്ടും ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് പർവ്വതം കടക്കെ മാറി നിന്ന് സെന്ററിൽ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും ധാർഷ്ട്യം മാറുന്നില്ല, അഹങ്കാരം മാറുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ടീമും നടുക്കെത്തി. അപ്പോഴേക്കും ഒരു സൈഡിലെത്തി. അപ്പൊ അവരവിടുന്ന് ഇറങ്ങി നടുവിലെത്തുമ്പോഴേക്കും നടുവിലെത്തിയ ആളുകൾ അക്കരെത്തും. ഇറങ്ങി ആ ചിത്രം നമ്മുടെ മനസ്സിൽ വരാനാണ്. ഫിറൗനും ടീമും ആഹ്വാനിച്ച് ആക്രോശിച്ച് ഇറങ്ങി അവർ മധ്യഭാഗത്തെത്തുമ്പോഴേക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ടീമും മറുഭാഗത്തെത്തി, കരയിലെത്തി. അള്ളാഹ് വെള്ളം കൂട്ടിയടിപ്പിച്ചു. അപ്പൊ ഫിറൗൻ പറഞ്ഞു, ഇനി ഞാൻ വിശ്വസിക്കാൻ റെഡിയാണ്. ഈ സംഭവം നടന്നത് മുഹറത്തിലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് യഹൂദികൾ. സംഭവം ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ രക്ഷപ്പെട്ട് മൂസാ നബിയുടെ കൂടെ അപ്പുറത്തെത്തിയ ടീമുണ്ടല്ലോ, അപ്പുറത്തെത്തിയ ടീം മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ, അവർക്കും വസ്വാസ്. എങ്ങനെ ഇത്രയും വലിയൊരു സംഭവം കണ്ടിട്ടും, ഇത്രയും വലിയൊരു മുഅ്ജിസത്ത് കണ്ടിട്ടും അല്ലാഹു തആല ഇവരോട് പറഞ്ഞു, പോയിട്ട് ജെറൂസലമിലെ, ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തേക്ക് പോകാൻ. അപ്പോ ഈ രക്ഷപ്പെട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ടീമിൽപ്പെട്ട ചില ആളുകൾ മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി. അതുകൊണ്ട് അള്ളാഹ് ഒരു വിലക്ക് ഏർപ്പെടുത്തി ആ ടീമിന് മൊത്തം. ഇനി 40 വർഷം നിങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ കാലൂത്താൻ പാടില്ല. ആ വിലക്കിൽ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പെട്ടു. അള്ളാഹ് ഒന്നിച്ച വിലക്കിയത്, ആരും പോണ്ട. ഇത്രയും നന്ദിയില്ലാത്ത ടീമാണ് നിങ്ങളെ കൂടെ ഉള്ളതെങ്കിൽ ആരും പോണ്ട. അള്ളാഹ് വിലക്കി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുമ്പ്, 40 വർഷത്തിന്റെ ഉള്ളിൽ അപ്പുറം കടന്നാലല്ലേ ഈ വിലക്ക് തീരുള്ളൂ. അതിന്റെ മുമ്പേ മൂസാ നബിക്ക് അസുഖം ബാധിച്ചു. ഫലസ്തീനിലെ ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ, മസ്ജിദുൽ അഖ്സ കാണാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിസരത്തുള്ള ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് കണ്ട് ആസ്വദിക്കുന്നതൊക്കെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. നിൽക്കട്ടെ, ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ ഇനി നമ്മുടെ മുഹറം മാസത്തിലേക്ക് തന്നെ ഈ സംഭവം നമ്മൾ മുഹറം മാസം വരുമ്പോ നമ്മൾ ഓർക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ മാസം ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന അഹഖു ബിമുസാ മിൻകും, നിങ്ങളെക്കാൾ കടപ്പെട്ടതും ബാധ്യതയുള്ളതും അടുപ്പമുള്ളതും ഞാനാണ് എന്ന് പറഞ്ഞ് നോമ്പെടുത്തു എന്ന സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് മുഹറം 10-ന് നമ്മൾ എന്തായാലും നോമ്പെടുക്കണം. ഇനി 9-നോ, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുഹറം 9-ന് നോമ്പെടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ മുഹറം 9-നും നോമ്പെടുക്കും. എന്തിനാ? ഈ യഹൂദികളോട് ജൂതന്മാരോട് ഒരു വ്യത്യാസം ഉണ്ടാകും. അവര് കൊമ്പമീശ വളർത്തും, അവിടെ നമ്മുടെ മീശ വെട്ടാൻ പറഞ്ഞു. യഹൂദികളോട് എതിരാകണമെന്ന് താടി മീശ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവരിങ്ങനെ മീശ ഇങ്ങനെ വളർത്തി നിർത്തും, താടി വടിക്കും. ഇനി ചില ആളുകൾ താടി വെച്ചാൽ തന്നെ അതൊരു ഫാഷന് വേണ്ടി വെക്കും. പക്ഷെ മീശ കൊമ്പം മീശാക്കി ഇങ്ങനെ ഉയർത്തി വളർത്തും. അതുകൊണ്ട് നിങ്ങൾ മീശ വെട്ടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ ഏതായാലും മുഹറം 10-ന് അവരും നോമ്പെടുക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു വിപരീത, അതിൽ നിന്നൊന്ന് മാറി നമ്മുടെ നോമ്പൊന്ന് പ്രത്യേകമാവാൻ അടുത്ത വർഷം മുഹറം 9-ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാനും നോമ്പെടുക്കും, 9-നും നോമ്പെടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അടുത്ത മുഹറത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. റബീഉൽ അവ്വലിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് നോമ്പെടുക്കാം, ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അല്ലാഹു തആല നമ്മളിൽ നിന്ന് ആ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അബീ ഖതാദ അല്ലെങ്കിൽ അബൂ ഖതാദ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാമു യൗമി ആശുറ
ഈ 10ന്റെ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു അല്ലാഹുവിന്റെ അടുക്കൽ, അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ ഈ ആശുറായിന്റെ നോമ്പ് മതി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ, ഞാൻ പറഞ്ഞു ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9ന്റെ നോമ്പ് എടുക്കുന്നില്ല, പിന്നെ നോമ്പ് എടുക്കുക തന്നെ ചെയ്യും. അപ്പോ പിന്നെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോഴാണ് മദീനയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കുന്ന ഘട്ടത്തിലാണ് അതിന് ഇഷ്ടമുള്ളവർ എടുക്കുക, ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കുക എന്നൊരു നിലക്ക്. അതിനു മുമ്പ് അത് വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു എന്നൊക്കെ തഫ്സീറുകളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാസത്തെ കുറിച്ച് ഖുതുബയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചുരുക്കി പറയാനേ സമയം ഉണ്ടാവുള്ളൂ. ഈ മുഹറം ഒരു പവിത്രമായ മാസമാണ്. ഇത് നഹ്സുള്ള മാസമല്ല. ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടവർ മുഅ്മിനീങ്ങളായ നമ്മൾ. ഇതിനെ നഹ്സായി പ്രഖ്യാപിക്കുന്ന ചില ആളുകൾ നമ്മുടെ കേരളക്കരയിൽ പോലും മലയാളികളുടെ കലണ്ടറുകളിൽ പോലും നഹ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമുമായും അള്ളാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ല. അത് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ദുശഗുണം എന്നത് അതൊന്നും ഇസ്ലാമിലില്ല. കാരണം നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നത് അത് പ്രിയപ്പെട്ട ഒരാളെ കണ്ടാൽ അത് ഉഷാറായി ഇന്നത്തെ ദിവസം. പിന്നെ ഒരു കട നടത്തുന്ന ആള് രാവിലെ ഫസ്റ്റ് വന്ന ആള് അയാളൊന്ന് കടം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് കടായിരിക്കും. അന്ധവിശ്വാസമാണത്. ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു പ്രമാണമല്ല. കൈനീട്ടം കടം പറയരുത്. പിന്നെ അടുത്ത വരുന്ന അറിയോ ഇയാള് കടം പറഞ്ഞിട്ടാ പോയത്? രണ്ടാമത് വരുന്ന അറിയോ ആദ്യത്തെ ആള് കടം പറഞ്ഞിട്ടാ പോയത്? അതുകൊണ്ട് എനിക്ക് പറയാം, ഇതൊക്കെ ഒരു തെറ്റായ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഷോപ്പൊക്കെ നടത്തുന്ന ആളുകൾ പറയും കൈനീട്ടാണ്, നിങ്ങൾ രാവിലെ തന്നെ കടം പറയണ്ടേ. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഇസ്ലാമികമായിട്ട് യാതൊരു ബന്ധമില്ല. കറുത്ത പൂച്ച അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. കാലിക്കൊട്ട, കാലിച്ചാക്ക്, രാവിലെ തന്നെ ഒരു കാലിച്ചാക്ക് കണ്ടാൽ രാവിലെ തന്നെ കാലിച്ചാക്ക കണ്ടത് എന്ന് പറയുന്ന ആളുകളുണ്ട് കേരളത്തിൽ. ഞാൻ ഇവിടെ ഉണ്ടോന്നറിയില്ല, ഞാൻ മൊത്തത്തിലാ പറയുന്നത്. മലയാളികൾ എന്ന നിലക്ക് മൊത്തത്തിലാണ് പറയുന്നത്. അതിനൊക്കെ ഒരു ദുശകുനമായി കാണുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കൈനീട്ടം. പിന്നെ യാത്രയുടെ നമുക്കൊരാൾ നമ്മുടെ കൂടെ വന്നു, ഇടയ്ക്ക് വെച്ച് അയാൾ ഇറങ്ങി, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇന്നത്തെ കാര്യം ശരിയാവില്ല. അയാൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി, ഒരു കാര്യം മറന്നു വെച്ചു, തിരിച്ചു പോകണം എന്ന് വിചാരിച്ചാൽ അതെന്തോ മോശമാണ് എന്ന് വിചാരിക്കുന്നവർ, വാഹനം നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് ഒരടിയെങ്കിലും ഫ്രണ്ടിലേക്ക് എടുക്കാതെ റിവേഴ്സ് എടുത്ത പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആളുകള് ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറെ അന്ധവിശ്വാസം. ഇതൊക്കെ ഈ അർത്ഥത്തിൽ മുഹറത്തെ ശകുനമായി കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില ദുശഗുണങ്ങളും ഇത്തരത്തിലുള്ള കാര്യം. ഇപ്പൊ അറബികൾക്ക്, കട്ടറബികൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷിയെ പറത്തുക, അത് വലതുഭാഗത്തേക്ക് പറഞ്ഞാല് പിന്നെ നല്ല ലക്ഷണം, ഇടതുഭാഗത്തേക്ക് പറഞ്ഞാൽ ദുശഗുണം എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു. അമ്പ് തൊടുത്തുവിടുക, ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടാൽ നല്ലത്, ഇല്ലെങ്കിൽ പ്രശ്നം. അതൊക്കെ ഇന്നും ഹൈന്ദവ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഇതിന്റെ ചില മറുവശങ്ങളൊക്കെ നമുക്ക് ഇന്നും കാണാൻ പറ്റും. അപ്പോ ചില കാക്ക പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞാല് അതിനെന്തോ പറയുന്ന ആളുകള്, തീ ആളി കത്തിയാൽ അതിനെന്തോ പറയുന്ന ആളുകള്, അങ്ങനെയൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും കാണാൻ പറ്റും. ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തസുബ്ബു ദഹർ ഫഇന്നല്ലാഹ ഹുവദ് ദഹർ. അല്ലാഹയാണ് കാലം. ഇവിടെ രാവും പകലൊക്കെ നിശ്ചയിക്കുന്ന അള്ളയാണ്, അതിനെ മാറ്റിമറിക്കുന്നത് അള്ളാഹുവാണ്. ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയും. ഇതൊരു മോശം ദിവസം പറയാൻ പാടില്ല. ഇന്ന് വല്ലാത്തൊരു എട്ടങ്ങേറ് പ്രയാസം പിടിച്ച ചൂട് പറയാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, അള്ളാഹുവാണ് കാലം. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ നമ്മൾ ഹറാമാക്കാനോ ഹറാമാക്കിയതിനെ ഹലാലാക്കാനോ ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമായി കരുതാനൊന്നും പാടില്ല എന്നതാണ് ഞാൻ ഈ ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു ഒറ്റ സംഭവം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ 9 പേർ ഒരുമിച്ച് ജീവിക്കുന്ന കാലമാണ്. 9 പേർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരാണ്. അവരെ വേറെ ആർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അവർ സ്വർഗത്തിലെ നേതാക്കന്മാരാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ. അതിലൊന്നും നമുക്ക് തർക്കമില്ല.
പക്ഷെ അവരും സ്ത്രീകളാണ്. അതുകൊണ്ട് ആയിഷ ബീവി പാത്രം തട്ടിക്കളഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് പലഹാരം കൊടുത്തയച്ചപ്പോ വൃത്യന്റെ കയ്യിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുടെ വീട്ടിൽ ഇങ്ങനെ ഇടക്ക് ഒരു പ്രത്യേക സമയത്ത് പോയി തിരിച്ചു വരുന്നത് കണ്ടപ്പോ, ഞാൻ ഭാര്യമാരുടെ പേര് പരാമർശിക്കുന്നില്ല, വളരെ ചെറുപ്പക്കാരികളായ രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് പറഞ്ഞു, നമുക്ക് നബി വരുമ്പോ എന്തോ മണക്കുന്നുണ്ട് എന്ന് പറയാം. കണ്ടോ, എന്തോ ഒരു സ്മെല്ലുണ്ട് നബിയെ, നിങ്ങൾ എന്താ കുടിച്ചതെന്ന് ചോദിക്കും. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കുടിച്ചിരുന്നത്? തേനാണ്. അപ്പൊ അത് പിന്നെ വേറെയും ചില തഫ്സീറുകളിൽ കാണാം. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ പറ്റാത്ത ഒന്നല്ല കുടിച്ചത്. അത് കുടിച്ചു വരുമ്പോ ഇവർ രണ്ടാളും ഒരുമിച്ച് പറയാൻ തീരുമാനിച്ചു. എന്തോ നിങ്ങളെ പ്രത്യേക ഒരു മണുണ്ടല്ലോ എന്ന് പറയണം. ഒരു തമാശക്കളി. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് അള്ളാഹ് ഒരു സൂറത്ത് തന്നെ ഇറക്കി. ആ സൂറത്ത് തുടങ്ങുന്നതിന് എന്താ അറിയോ? എന്തിനാ ഇറക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോ നബി പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കൂല, ഇനി ഞാൻ തേൻ കുടിക്കൂല. നിങ്ങൾക്ക് ഞാൻ തേൻ കുടിച്ചിട്ട് ഇന്നെ സഹിക്കാൻ പറ്റാത്തൊരു മണം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തേൻ കുടിക്കൂല. അത്രേ പറഞ്ഞിട്ട് ഇവര് തമാശക്ക് ഒരു കളി നടത്തിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്. അതിന് അള്ളാഹ് ഒരു സൂറത്ത് തന്നെ ഇറക്കി. ആ സൂറത്ത് തുടങ്ങുന്നതിന് എന്താ അറിയോ? യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, ലിമ തുഹർരിം മാ അഹല്ലല്ലാഹു ലക, അല്ലാഹു അനുവദിച്ച ഒന്നിനെ താങ്കൾ എന്തിനാണ് ഹറാമാക്കുന്നത്? താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ താങ്കൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ താങ്കൾ ഹറാമാക്കുകയാണോ? ഇനി ആ സൂറത്തിന്റെ ആയത്തുകൾ വിശദീകരിക്കാൻ സമയമില്ല. ആ ആയത്ത് അവസാനിക്കും അല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിച്ച് തുടർന്ന് എന്താ വേണറിയോ? നിങ്ങൾ മര്യാദക്ക് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ രഹസ്യമായി സംഭാഷണം നടത്തിയത് അല്ലാഹു നബിക്ക് ഒരു ഭാഗം അറിയിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ഇട്ടതല്ലേ എന്ന് അവരോട് പറയുകയും ഒക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്തു വഹീൽ. എന്നിട്ട് അവരോട് പറയാ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് മര്യാദക്ക് നിന്നിട്ടില്ലെങ്കിൽ ആ നബിയുടെ സഹായിയായി ഞാനുണ്ട്, മലായികത്തുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെ ത്വലാഖ് ചൊല്ലി നിങ്ങളെക്കാൾ ഉത്തമരായവരെ എന്റെ പ്രവാചകനെ ഞാൻ ഭാര്യമാരാക്കി ഇണകളാക്കി കൊടുക്കുമെന്ന് വരെ അല്ലാഹു സൂറത്തിൽ പറഞ്ഞു. മര്യാദക്കൊന്നുണ്ടി താക്കീത് കൊടുത്തു. നേരെ നിന്നുകൊള്ളണം. പ്രവാചകനോട് നിങ്ങൾ തമാശക്കളി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈ ആയത്ത് എന്തിനാ പറഞ്ഞുതരും? ആ സംഭവം പറയാനല്ല. പിന്നെ ഒരു തേന്, അനുവദിച്ച ഒരു തേന് അല്ലാഹു തആലയുടെ പ്രവാചകൻ പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ഒരു മണമായിട്ട് അത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ടാന്നല്ല, ഇനി ഞാൻ തേൻ കുടിക്കൂല, ഞാൻ ഇപ്പൊ കുടിക്കണില്ല എന്നല്ല, ഇനി ഞാൻ തേൻ കുടിക്കൂല. ഒരു ശബ്ദം പ്രവാചകൻ എടുത്തു. അള്ളാഹ് അനുവദിച്ചു തന്ന ഒരു കാര്യം ഭാര്യമാർക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ നിങ്ങൾ ഹറാമാക്കാൻ നമുക്ക് അനുവാദമില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ഇത് കൂട്ടി വായിക്കണം. നമുക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് എടുക്കാതെ അത് വേറെ. പക്ഷെ അത് ഇനി ഞാൻ ചെയ്യൂല, ഇനി ഞാൻ കുടിക്കൂല, ഇനി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ പറഞ്ഞതിനെ പോലും അല്ലാഹു തആല തിരുത്തുകയാണ്. അപ്പൊ പിന്നെ അല്ലാഹ് പവിത്രനാണ് എന്ന് പറഞ്ഞ ദിവസത്തെ നെഹ്സ എന്ന് പറയാൻ നമുക്ക് ആര് അധികാരം തരണേ? അല്ലാഹ് പവിത്രമാണ് എന്ന് പറയുന്ന മാസത്തെ അത് ശകുനത്തിന്റെ മാസമാണ് എന്ന് പറയാൻ നമുക്കാര് അധികാരം തരുന്നത്? അല്ലാഹ് ഈ കാര്യങ്ങളിൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞതിന് പുണ്യമില്ല എന്ന് പറയാൻ നമുക്കാരാണ് അധികാരം തരുന്നത്? അത് ചിന്തിക്കാനാണ് ഞാൻ ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം 9-നും മുഹറം 10-നും നമ്മളെല്ലാവരും മാക്സിമം പരമാവധി കേട്ടോ, ശാരീരികമായി പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ ആ സുന്നത്ത് നോമ്പാണ് എന്ന നിലക്ക് വലിയ പുണ്യമുണ്ട് എന്ന നിലക്ക് ആ നോമ്പ് നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് അതിന് സാധിക്കുന്നൊരവസ്ഥ അല്ലാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മയിലേക്ക് മുന്നേറാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നീ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അത് വീട്ടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ കഴിവിന്റെ പരമാവധി ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള
ചെല്ലാനുള്ള സന്ദർഭവും സാഹചര്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, നീ ശമനം കൊടുക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.